ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് വീട്ടിൽ വരുന്ന എലിയേയും പല്ലിയേനെയൊക്കെ തുരത്താനുള്ള നല്ലൊരു കിടിലൻ ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പൈനാപ്പിൾ കൊണ്ടുള്ള ഇന്ന് കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ പൈനാപ്പിൾ കൊണ്ട് കറി വയ്ക്കാനും ജ്യൂസ് തയ്യാറാക്കാനും മാത്രമല്ല കേട്ടോ, എലിയെ തുരത്താനും നമുക്ക് പൈനാപ്പിൾ കൊണ്ട് സാധിക്കും. അപ്പം ഇന്നത്തെ എലിയെ തുരത്താനുള്ള നല്ലൊരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ 2 പാരസെറ്റമോൾ ഗുളികയാണ് എടുത്തിരിക്കുന്നത്. അതിന് ഒരു പേപ്പറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിനെ ഒരു ഇടികല്ല് ഉപയോഗിച്ച് അതിനെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പേപ്പറിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മടക്കിയ ശേഷം അതിലൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ചതച്ച് കൊടുക്കുമ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും. ഇനി ഈ പൊടിച്ച് വെച്ച ആ ഒരു ഗുളികയുടെ പൊടിയെ നമുക്കൊരു ഇത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മുളക് പൊടി ചേർത്ത് ഇതിലേക്ക് കൊടുത്ത ശേഷം ഞാൻ ഇവിടെ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എലിയേയും പല്ലീനെയൊക്കെ തുരത്താനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒരു പൈനാപ്പിളിൻ്റെ കഷ്ണം എടുക്കാം കേട്ടോ. ഇത് ഞാൻ ചെറുതായിട്ട് കേട് വന്ന പൈനാപ്പിൾ കഷ്ണമാണ്. അതിനെ ഒരു പോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് കുത്തി കൊടുക്കണം. നമുക്ക് ഈ പൊടി എല്ലാ ഭാഗത്തുനിന്ന് കയറാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടി ഈ പൈനാപ്പിളിൻ്റെ പുറത്ത് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കണം. നല്ലതുപോലെ തേച്ച് അതിനെ പിടിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എലിയൊക്കെ വന്നാൽ തന്നെ ആ മധുരം ഉള്ളത് കൊണ്ട് തന്നെ അത് കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഓടിപ്പോവുകയും ചെയ്യും കേട്ടോ. വീട്ടിൻ്റെ പരിസരത്ത് നിന്ന് തന്നെ എലികളെല്ലാം തുരത്താൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എല്ലാം ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ പൈനാപ്പിളിൻ്റെ മധുരം ഉള്ളത് കൊണ്ട് തന്നെ എലികൾ വന്ന് കഴിക്കാൻ നല്ല ഇതാണ് കേട്ടോ. എലികൾ വന്ന് കഴിച്ചിട്ട് അത് ഈ പരിസരത്ത് നിന്ന് തന്നെ ഓടിപ്പോവും. നമുക്ക് എലിയെ കൊല്ലാതെ തന്നെ ഇതിനെ തുരത്താനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇത്. പിന്നെ ആ പരിസരത്ത് ഒന്നും എലി വരില്ല. നമ്മൾ ഇതൊരിക്കൽ കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. പിന്നെ ആ പരിസരത്ത് പോലും എലി വരില്ല. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ എലികൾ ശല്യമുള്ള ആ ഭാഗത്തേക്ക് ഒന്ന് കൊണ്ടുവച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ രാത്രിയിൽ ഒന്ന് കൊണ്ടുവച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് രാവിലേക്ക് അതെടുത്തങ്ങ് മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ വീട്ടിലും എലികളും പല്ലിയും പാറ്റയൊന്നും ഇല്ലാത്ത ഒരു വീടും കാണില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന എലിയെയും പല്ലീനെയും പാറ്റേനെയൊക്കെ തുരത്താനുള്ള നല്ല നല്ല ടിപ്സുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ തൊലിയൊക്കെ ചെത്തിക്കളയുമ്പോൾ അതിൽ നിറയെ പൈനാപ്പിളിൻ്റെ ഇതൊക്കെ നല്ല ഭാഗങ്ങളൊക്കെ പോകും. അപ്പോൾ എളുപ്പത്തിൽ പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കേണ്ട നല്ലൊരു ടിപ്സാണ് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും ഞാനും ഒന്ന് വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ പൈനാപ്പിൾ എടുത്ത ശേഷം അതിൻ്റെ 2 സൈഡ് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം 2-3 കഷ്ണങ്ങളായിട്ട് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി റൗണ്ടിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം നമുക്ക് ആ ഒരു കത്തിയുടെ മുന ഭാഗം കൊണ്ട് നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ നമുക്ക് എത്ര പൈനാപ്പിൾ വേണമെങ്കിലും അത് വേസ്റ്റ് ആവാതെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിലോ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പൈനാപ്പിൾ ഇതുപോലെ കട്ട് ചെയ്ത് അതിൻ്റെ ആ തൊലിയുടെ ഭാഗമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ. എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തൊരു എളുപ്പത്തിൽ നമുക്ക് പൈനാപ്പിൾ വേസ്റ്റ് ആവാതെ തന്നെ കട്ട് ചെയ്യുന്ന അടുത്തൊരു രീതിയും കൂടെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ പൈനാപ്പിൾ എടുത്ത ശേഷം ഇതുപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ഇത്തിരി ചെറിയ കേട് വന്ന പൈനാപ്പിൾ ആയിപ്പോയി, എങ്കിലും സാരമില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു വരയുള്ള ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആ വരയുള്ള ഭാഗത്തോട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ.
അപ്പോൾ നമുക്ക് ചെറിയ പൈനാപ്പിൾ ആയതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് നീങ്ങിപ്പോണത്. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വളരെ ഈസി ആയിട്ട് കൊച്ചു കുട്ടികൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്സാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കഴിക്കാൻ എടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഒന്നും തന്നെ വേസ്റ്റ് ആവാതെ തന്നെ നമുക്ക് എടുക്കാം. ഇനി നമ്മൾ പൈനാപ്പിളൊക്കെ ഇത് കറി വയ്ക്കാൻ പുളിശ്ശേരിയൊക്കെ വയ്ക്കാൻ എടുക്കുമ്പോൾ നമ്മൾ പൈനാപ്പിളിൽ നല്ല പുളിപ്പാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇവിടെ മധുരം ഉള്ളതുകൊണ്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ തൈരൊക്കെ ചേർക്കുമ്പോൾ തൈര് നല്ല പുളിപ്പാണെങ്കിൽ നമ്മൾ അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ പുളിശ്ശേരി വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പുളിശ്ശേരി. അതുപോലെ തന്നെ തൈര് ചേർക്കുമ്പോൾ ഒന്ന് മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് അടിച്ച ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ ആ നല്ല രീതിയിൽ നമുക്ക് പുളിശ്ശേരി തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ടിപ്സുകളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോവല്ലേ.